ബോധ്ഗയയിലെ ബുദ്ധമതസ്ഥർക്ക് ഹിന്ദുത്വക്കെതിരെയും ബ്രാഹ്മണ്യത്തിനെതിരെയും തെരുവിലിറങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ബുദ്ധസന്യാസിമാർ സമരത്തിലാണ്. മഹാബോധി ക്ഷേത്രത്തിൽ ബുദ്ധമതത്തിന്റെ എല്ലാ അടയാളങ്ങളെയും മായ്ച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ ആരാധനാക്രമവും മറ്റും നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആ സമരം. ബുദ്ധമതസ്ഥർ ഏറെ പ്രാധാന്യം നൽകി വരുന്ന ഈ ക്ഷേത്രത്തിന്റെ ഭരണ സംവിധാനങ്ങളിലും ഹിന്ദുക്കൾ പിടിമുറുക്കുന്നുവെന്നും ഇവർ പറയുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ബുദ്ധസന്യാസിമാർ പ്രതിഷേധത്തിനായി ബോധ്ഗയയിലെത്തുന്നത്. പരസ്യ പ്രതിഷേധം മുതൽ നിരാഹാര സമരം വരെ നടത്തുകയാണ് ഈ സന്യാസിമാർ. മഹാബോധി ക്ഷേത്രത്തിലെ ഭരണ സംവിധാനങ്ങളിൽ നിന്നും ഹിന്ദു മതസ്ഥരെ മാറ്റി നിർത്തണമെന്നാണ് പ്രതിഷേധിക്കുന്ന സന്യാസിമാരുടെ ആവശ്യം. ക്ഷേത്രത്തിൽ ബുദ്ധമതത്തിന്റെ ആരാധനാ രീതികൾക്ക് പകരം ഹിന്ദുമതത്തിൻ്റെതായ ആരാധനാ രീതികൾ കടന്നുകൂടിയെന്ന ഗുരുതര ആരോപണവും ഇവർ ഉയർത്തുന്നുണ്ട്. ബോധ്ഗയ ടെമ്പിൾ ആക്ട് 1949 പ്രകാരമാണ് മഹാബോധി ക്ഷേത്രത്തിലെ ഭരണനിർവഹണ സംവിധാനം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആക്ട് പ്രകാരം 8 അംഗ മാനേജിംഗ് കമ്മിറ്റിയാണ് നിലവിലുള്ളത്. 76 വർഷമായി നിലനിൽക്കുന്ന ഈ നിയമം പ്രകാരം കമ്മിറ്റിയിൽ 4 ബുദ്ധമതസ്ഥരും 4 ഹിന്ദു മതസ്ഥരുമാണ് ഉൾപ്പെടുക. ബുദ്ധിസ്റ്റ് ക്ഷേത്രത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് എന്തിനാണ് ഹിന്ദു മതത്തിൽ നിന്നുള്ളവർ എന്നതാണ് ഈ സന്യാസിമാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇവയ്ക്കെല്ലാം പുറമെ ക്ഷേത്രത്തിൽ ഹിന്ദു ദൈവങ്ങളെ പ്രതിഷ്ഠിച്ച് ഹിന്ദു ആരാധനാ രീതികൾ കൊണ്ടുവരുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതാദ്യമായല്ല ഈ നിയമത്തിൽ അനീതിക്കെതിരെ സന്യാസിമാർ രംഗത്തു വരുന്നത്. 2012 2 ബുദ്ധ സന്യാസിമാർ ഈ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ആ പെറ്റീഷൻ ഇനിയും പരിഗണിക്കപ്പെട്ടിട്ട് പോലുമില്ല. ആക്ട് നിലവിൽ വന്ന് ഇത്രയും വർഷമായതിനു ശേഷമാണോ ഈ പ്രതിഷേധമെന്ന ചോദ്യം സ്വാഭാവികമാണ്. അവിടെയാണ് സംഘപരിവാർ അത്തരത്തിലാണ് ഈ ക്ഷേത്രത്തെ കൈയടക്കാൻ ശ്രമിക്കുന്നത് എന്നതിനുള്ള ഉത്തരമുള്ളത്. ബുദ്ധക്ഷേത്രമായ ബോധ്ഗയയിൽ ഹിന്ദു ദൈവങ്ങളുടെ ശില്പങ്ങൾ വെച്ച് അവയിൽ പൂജ നടത്തുന്നത് ഇപ്പോൾ സ്വാഭാവികമാണ്. മുൻപൊന്നുമില്ലാതിരുന്ന ഈ പൂജ ബോധ്ഗയയുടെ സ്വഭാവം മാറുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്നതാണ് ബുദ്ധസന്യാസിമാരുടെ ആശങ്ക. ഈ നിയമവും ക്ഷേത്രത്തിലെ പുതിയ പ്രവണതകളും തങ്ങളുടെ സത്വത്തെ ഇല്ലാതെയാക്കി പകരം ബ്രാഹ്മണ്യത്തെ പ്രതിഷ്ഠിക്കുന്നതിന്റെ ഭാഗമാണെന്ന് ഇവർ ശക്തമായി വാദിക്കുന്നു. ഹിന്ദു മതസ്ഥരും അവകാശവാദം ശക്തമാക്കുകയാണ്. അതിനാധാരമായി അവർ പറയുന്നത് 1949 മുൻപ് വരേക്കും ക്ഷേത്രം തങ്ങളുടെ പക്കലായിരുന്നു എന്നതാണ്. ആ വാദത്തിന് ചരിത്ര പിൻബലമുണ്ടോ എന്ന് നോക്കാം. ആദ്യകാലങ്ങളിൽ ബുദ്ധമതസ്ഥരാൽ പരിപാലിക്കപ്പെട്ടിരുന്ന ക്ഷേത്രമാണ് മഹാബോധി ക്ഷേത്രം. പിന്നീട് ഒരു കാലത്ത് പരിപാലനമില്ലാത്ത നിലയിൽ കണ്ടെത്തിയ ക്ഷേത്രത്തെ നല്ല രീതിയിലാക്കി നോക്കി നടത്തിയത് ഖമന്തി ഗിരി എന്ന ഹിന്ദു സന്യാസിയാണെന്ന് ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് ബുദ്ധമതസ്ഥർ ക്ഷേത്രം വീണ്ടെടുക്കാൻ വന്നതോടെ പ്രശ്നം വലുതായി. 1949 ഹിന്ദുക്കളും ബുദ്ധിസ്റ്റുകളും ചേർന്ന കമ്മിറ്റി രൂപീകരിച്ചു. ക്ഷേത്രത്തിന്റെ ചരിത്രം സൂചിപ്പിക്കുന്നത് ഇതൊരു ബുദ്ധമത ക്ഷേത്രം തന്നെയാണ് എന്നാണ്. അങ്ങനെ ഇരിക്കെയാണ് പണ്ട് കാലത്ത് ക്ഷേത്രത്തിന്റെ അധികാരം ഞങ്ങളുടെ പക്കലായിരുന്നു എന്ന വാദമുയർത്തി ഹിന്ദുത്വ ശക്തികൾ ക്ഷേത്രത്തെ കൈക്കലാക്കാൻ ശ്രമിക്കുന്നത്. ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തങ്ങളുടേതായിരുന്നു എന്ന വിചിത്രവാദം ഉയർത്തുകയും അത്തരമൊരു പദ്ധതിയിലേക്ക് ബോധ്ഗയയെയും സംഘപരിവാർ കൊണ്ടുവരികയാണോ എന്ന് സംശയിച്ചാലും തെറ്റു പറയാനില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധസന്യാസിമാരുടെ ഈ സമരത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്.